ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായില്ലേ? വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിക്കണ്. പക്ഷേ എഡിറ്റ് ചെയ്ത് വിടാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ പോക്കും അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ 23-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി. അപ്പം വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അന്ന് നമുക്കൊരു കല്യാണം ഉണ്ടായിന് കേട്ടോ. മുനിൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടീനെ കെട്ടിക്കണ കല്യാണം ഇനി കരുളായിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടേനി കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോയ വിശേഷങ്ങളും പിന്നെ അവിടുന്ന് കുറച്ച് 1-2 സ്ഥലങ്ങൾ പോയ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കണ്ടുനോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ രാവിലെ ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കിയത്. തലേ ദിവസം ഞാൻ അരി വെള്ളത്തിലിട്ടീനി. അപ്പോൾ രാവിലെ എണീറ്റ് കണ്ട് അരി അരച്ച് വയ്ക്ക് കുറച്ച് പിന്നെ ചോറും കൂട്ടിയാണ്ടാണ് കേട്ടോ അരച്ചത്. തേങ്ങ ഇട്ടിട്ടില്ല, തേങ്ങ ഇടാൻ മടിച്ചിട്ട് തേങ്ങ ഇട്ടിട്ടില്ല. പിന്നെ തേങ്ങ ഇടാൻ മടി എന്ന് പറയുമ്പം തേങ്ങ പൊട്ടിച്ചിട്ടൊക്കെ വേണം, പൊളിച്ച് പൊട്ടിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ ഇടാൻ മടിച്ചിട്ട് അത് ചെയ്തില്ല. തേങ്ങ ഇട്ടാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഓട്ടടയ്ക്ക് കറിയായിട്ട് ഉണ്ടാക്കിയത് തക്കാളിയും പച്ചമുളകും അതിക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് വെറുതെ ഒന്ന് വഴറ്റിങ്ങാണ്ട് അതിക്ക് തേങ്ങ അരച്ച് ഒരു കറി ഉണ്ടാക്കിയേക്കാണ്. തേങ്ങ പൊട്ടിക്കാൻ മടിയെന്ന് ഞാൻ അതിൻ്റെ മുന്നേ ഒന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ തേങ്ങ പൊട്ടിച്ചതുണ്ട്. അപ്പോൾ ഓട്ടടയ്ക്ക് എടുത്താൽ പിന്നെ കറിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് മടിച്ച് നിന്നത്. പിന്നെ ചില സമയത്ത് നമുക്ക് ഒരു പണിയെടുക്കാൻ ഭയങ്കര മടിയാണല്ലോ. എന്നാലോ നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്ത ഒരു പണിയില്ല, എല്ലാത്തിനും പറ്റും. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ എല്ലാ പണിയും തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞ് 12 മണിക്ക് കേട്ടോ കല്യാണത്തിന് പോയപ്പം. ഞങ്ങളെല്ലാവരും ഉണ്ടായിന് കേട്ടോ കല്യാണത്തിന്. ഒരു മണിൻ്റെ ഉള്ളിൽ ഓഡിറ്റോറിയത്തിലെത്തിയിട്ടോ. അടിപൊളി ഓഡിറ്റോറിയം, നല്ല രസമുണ്ട് കാണാൻ ഓഡിറ്റോറിയം. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ വേഗം ചോറുന്നാൻ കയറിയിട്ടോ. ചോറല്ലേ നമുക്ക് മെയിൻ. അപ്പോൾ ചോറുന്നാൻ കയറിയെടുത്തോ പെരും തിരക്ക്. അല്ലാ എന്തൊരു തിരക്കേനീന്നോ. ഒരാൾ ഇരുന്ന് നീച്ചാ നിൽക്കേനി, വേറൊരാൾ വന്നിരിക്കാൻ, അങ്ങനെ ക്യൂവേനി. ഇമ്മാക്കും കുട്ടികൾക്കും പെട്ടെന്ന് സീറ്റ് കിട്ടിയിട്ടോ. ഞാനവിടെ അങ്ങനെ പോസ്റ്റ് അടിച്ച് നിന്നു, കുറച്ച് നേരം നിന്നു. പിന്നെ ഒരു താത്തണീറ്റപ്പോൾ വേഗം പോയിരുന്നു കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ ചോറിട്ടാൻ. നമ്മൾ ബ്രോസ്റ്റിന് ഓർഡർ ചെയ്ത് കടയിൽ പോയിരുന്നാലെങ്ങനെ അതേപോലെ ആദ്യം പ്ലേറ്റ് വന്നു, പിന്നെ ഗ്ലാസ് വന്നു, പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഫുഡ് എത്തിയത്. എന്നാലും ഫുഡ് അടിപൊളിയാണ് കേട്ടോ. ബീഫും പിന്നെ നെയ്ച്ചോറും കേട്ടോ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നേരെ പെണ്ണിനെ കാണാനും സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിന് കേട്ടോ. അതൊക്കെ കാണാൻ പോയത്. പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിന്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അവിടുത്തെ കാക്കാനോടും താത്താനോടൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ട കുട്ടികൾ ഒരേപോലെ നല്ല ഭംഗി കാണാൻ. പിന്നെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ച് ദൂരം പോയാൽ മതി. മൂത്താപ്പാൻ്റെ മകൻ്റെ പെരേക്ക് പിന്നെ പോയി അവിടുന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ളുഹറൊക്കെ നിസ്കരിച്ച് കണ്ട് പിന്നെ ഓലും കൂട്ടിക്കാണ്ട് ഓലും ഉണ്ടേനി. അതേപോലെ മുനിൻ്റെ ഒരു കൂട്ടുകാരനും പെണ്ണുങ്ങളും ഓല കുട്ടികളും കൂടി നെടുങ്കയം അവിടെ കാണാൻ പോയി. ഓല വീട്ടിലേക്ക് പോയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഓല എല്ലാവരും പാടെ കൂട്ടിയാണ്ട് ഞങ്ങളിങ്ങനെ പാലത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. വണ്ടിക്ക് പോകാനുണ്ട്, പക്ഷെ അവിടെ ഇങ്ങനെ അവിടെ എൻട്രി ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചുകൊണ്ട് അങ്ങനെ നടന്നു പോവുകയാണ്. ഞങ്ങൾ വീഡിയോ പിടിച്ച് വരുന്നത് നടന്നോളൂ.
അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. മൊത്തം ഞങ്ങൾ 13 പേരുണ്ടേനി. 395 റുപ്യയായി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. എല്ലാം ഉണ്ടാവും. എങ്ങനെ നിങ്ങൾ വരില്ലല്ലോ? ഞങ്ങളൊക്കെ ഉണ്ടാവും. നോ വെഹിക്കിൾ. ഈ പുഴ കണ്ടോ? ഈ പുഴയിൽ കുറേ പേര് മുങ്ങി മരിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഒരു 1938 ഇംഗ്ലീഷ് ഫോറസ്റ്റ് എഞ്ചിനീയറാണ് ആദ്യമായിട്ട് ഇതിൽ മുങ്ങി മരിച്ചത് എന്നുള്ളൊരു വിവരം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പേര് മരിച്ചിട്ടുണ്ട്, കുറേ പേര് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടോലും ഉണ്ട്. പിന്നെ ലാസ്റ്റ് 2024 ഫെബ്രുവരിയിൽ മലപ്പുറത്തുള്ള 2 പെൺകുട്ടികൾ അവസാനമായിട്ട് മുങ്ങി മരിച്ചതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോ സ്വിമ്മിങ് അലൗഡ് എന്ന് വലിയൊരു ബോർഡാക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം വല്ലാതെ ആരും അതിക്ക് ഇറങ്ങാൻ സമ്മതിക്കൂല. പിന്നെ അതാ ഞങ്ങളെല്ലാവരും പാടെ നടന്ന് വരുന്നൊരു വീഡിയോ എടുക്കുക വെച്ചപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇവിടെ എപ്പോഴും സന്ദർശകരുണ്ടാവും കേട്ടോ. ഇപ്പോൾ കുറച്ച് ആൾ കുറവുണ്ട് തോന്നുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ ഈ കാണുന്നത് ഇതാ പറഞ്ഞില്ലേ, മുങ്ങി മരിച്ച ഫോറസ്റ്റ് എഞ്ചിനീയർ, അയാളെ ശവക്കല്ലറയാണ്. ഡോസൺ ടോംബ് എന്നാണ് ആ ബ്രിട്ടീഷുകാരൻ്റെ പേര്. ഇതാ ഈ കാണുന്ന ഈ വഴി കൂടെ സ്റ്റെപ്പ് കയറി ചെന്നാൽ ശവക്കല്ലറ കാണാം. ചേട്ടാ വിശദീകരിക്കൂ. വിശദീകരിച്ചു തരി. ഇതിന് നോക്കി പറയൂ. ഇതാണ് ആനപ്പന്തി, ആനനെ മെരുക്കിയെടുക്കുന്ന സ്ഥലം. അന്ന് 1935 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് 41 ആന ഉണ്ടായിരുന്നല്ലോ. പിന്നെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വാരിക്കുഴിയിൽ നിന്ന് പിടിച്ച ആനകളെ മെരുക്കിയെടുത്തത് ഇവിടെ നിന്നാണെന്നാണ് പറയണത്. മൊത്തം 5 ആനപ്പന്തികൾ വരെ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മെരുക്കിയെടുത്ത അവസാനത്തെ ആനൻ്റെ പേരാണ് കുഷൻ. അത് ഈങ്ങാറ് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ അതാ നെടുങ്കയം ഫോറസ്റ്റിൻ്റെ ഉള്ളിലത്തെ പിന്നെ സ്കൂളാണ്. സ്കൂളിൽ കുട്ടികൾ കളിക്കണ ഇതാണ് കേട്ടോ, സ്ലൈഡാണ് കേട്ടോ അത്. അപ്പോൾ അത് കണ്ടപ്പോൾ മക്കളൊക്കെ അതിൽ ചാടി മറിയാണ്. നമ്മളല്ലാതെ അപ്പൊ ഞങ്ങളിതാ പുറത്തിറങ്ങിക്കണം കേട്ടോ. നല്ല മഴക്കാറുണ്ട്. ഗേറ്റ് കടന്നപ്പോൾ തന്നെ മഴ തുള്ളിയിടൽ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് എടക്കര മുണ്ട പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ആ മറൈൻ മിറാക്കിൾ പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് കാണാനാട്ടോ പോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴ ചെയ്തിട്ടുണ്ട്, പെരും മഴേനി. പിന്നെ ഇവിടെ ഈ നെടുങ്കയം ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് 6 മണി കഴിഞ്ഞാൽ കയറ്റൂല കേട്ടോ. ആന ഇറങ്ങണ ഒരു സമയമായതുകൊണ്ടായിരിക്കും 6 മണി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കയറ്റൂല. ഉള്ളിലേക്ക് പോകാനേ സമ്മതിക്കൂല. പിന്നെ ഞങ്ങളിവിടെ ഈ മുണ്ട കാർണിവലിൻ്റെ അവിടെ എത്തിയപ്പം 6 മണിയാക്കണം. അവിടെ നിന്ന് ഞങ്ങൾ 5 മണിയായപ്പോൾ ഇറങ്ങി. ഇപ്പോൾ അവിടെ അധികം തിരക്കില്ല കേട്ടോ, ഈ ഒരു സമയമായതുകൊണ്ട് ഈ കാരം. പിന്നെ രാത്രിയാകുമ്പോൾ വേണമെങ്കിൽ തിരക്ക് കൂടുണ്ടാവും. പിന്നെ പറഞ്ഞാൽ ഈ കാർണിവൽ തുടങ്ങിയിട്ട് ഇപ്പം നോമ്പിൻ്റെ മുന്നേ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. പിന്നെ അതുകൊണ്ടായിരിക്കും കുറേ തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ട്. പെരുന്നാളിനൊക്കെ നല്ല തിരക്കേനി. പിന്നെ ഇവിടെയൊക്കെ നിറച്ച് മൃഗങ്ങളും പക്ഷികളും, മൃഗങ്ങളല്ല പക്ഷികളാണ് കേട്ടോ അധികം ഉള്ളത്. ഒട്ടകപ്പക്ഷി, അതേപോലെ പല കിളികൾ, അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പൈസ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഈ കാർണിവലിൻ്റെ പരസ്യം നമ്മളെ വണ്ടിൻ്റെ ബേക്കിൽ ഒട്ടിച്ചതുകൊണ്ട് 4 ആൾക്ക് ഫ്രീ പാസ്സാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് റൈഡിലൊക്കെ കയറണമെങ്കിൽ വേറെ പൈസ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പക്ഷികൾ മാത്രമല്ല കേട്ടോ, പാമ്പും ഉണ്ട്. ഒരു വിഷം എടുത്ത് കളഞ്ഞ പാമ്പാ തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മളെ മേത്ത് ഇട്ടേര് അങ്ങനെയൊന്നും ചെയ്യൂലല്ലോ.
പേടിയില്ലെങ്കിൽ നമ്മൾ കഴുത്തു കൂടെ ഒക്കെ ചുറ്റിത്തരും. അതേമാതിരി പുറത്തു കൂടെ ഒക്കെ ഇങ്ങനെ ഇട്ട് എഴയുമ്പോൾ എന്തൊക്കെയോ പോലെ. ഞാൻ അതിൻ്റെ അടുത്തേക്ക് തന്നെ പോയിട്ടില്ല, എനിക്ക് പേടിയാകുക പാമ്പിനെ കണ്ടിട്ട്. എനിക്ക് ആദ്യമേ പേടിയുള്ളൊരു സംഭവമാണ് പാമ്പ്. കുട്ടികളൊക്കെ നല്ല ഉഷാറായിങ്ങാണ്ട് അതിന് കൈ പിടിക്കണ്, കഴുത്തു കൂടെ ഇടണ്, ഓൽക്കൊന്നൊരു പേടിയില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ദൂരെ നിന്നാണ്ട് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ പല നിറത്തിലും പല വിധത്തിലുള്ള കുറേ മീനുകളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. അതാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ വേറൊരു സംഭവം കൂടി കേട്ടോ, അത് കാണാനാണ് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നത്. വേറെ ആരുമല്ല, ദാ ഈ മത്സ്യകന്യകനെ കാണാനാണ് ഇഷ്ടം പോലെ ആൾക്കാർ. അവിടെയാണ് തിരക്കുള്ളത്. കുട്ടികളും വലിയോലും എല്ലാവരും ഇതിൻ്റെ മുന്നിലാണ്. ഇതിങ്ങനെ നീന്തി ഇങ്ങനെ കാണാനും ഇതിൻ്റെ ഓരോ ആക്ഷൻ കാണിക്കണ കാണാനും ഒരു പ്രത്യേക രസമാണ്. പിന്നെ ഇത് കാണുമ്പോൾ വലിയൊരു ടാങ്കായിട്ടാണ് കേട്ടോ തോന്നുന്നത്. പക്ഷേ വലിയ ടാങ്കല്ല, ചെറിയൊരു ടാങ്കാണ്. പിന്നെ അവിടുന്ന് പോകുന്നത് കുറേ കളിക്കോപ്പുകളും കുട്ടികളെ വള മാല അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫിയ ഞാനിത് വാങ്ങട്ടെ അത് വാങ്ങട്ടെ എന്ന് ചോദിച്ചാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല, എല്ലാത്തിനും ഭയങ്കര വിലയാണ്. പിന്നെ ഇതാ കുറേ റൈഡുകളുണ്ട്, ഊഞ്ഞാൽ, അതേപോലെ മറ്റേ തോണി, അതൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കണ കുറേ റൈഡുകളുണ്ട്. 2-3 റൈഡിൽ കുട്ടികൾ കയറിട്ടോ. നമ്മൾ പിന്നെ ഓല് കളിക്കണത് ഇങ്ങനെ നോക്കി അവിടെ നിന്നു. പിന്നെ ഒരു ഫാമിലി ഗെയിം ഉണ്ടേന്, 50 രൂപ കൊടുത്താൽ ഒരു റിങ് ഉണ്ട്. ആ റിങ് നമ്മൾ ഓല മുന്നിലിങ്ങനെ കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്, സോപ്പും പൊടി, അങ്ങനെ പിന്നെ ബൂസ്റ്റ്, അങ്ങനെ ഓരോ സാധനങ്ങൾ. ആ സാധനത്തിൻ്റെ മുകൾക്ക് നമ്മൾ ഈ റിങ് എറിയണം. അപ്പം കറക്റ്റ് റിങ് അതിൻ്റെ ആ സാധനത്തിനുള്ളിൽ ചെന്ന് വീണാൽ ആ സാധനം നമുക്ക് കിട്ടും. പക്ഷെ നല്ല ഉന്നം വേണം കേട്ടോ. മുനി ആ ഗെയിം കളിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്തോ ഭാഗ്യം കൊണ്ട് ഒന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്നു, പക്ഷേ റിങ് ഫുള്ളായി കവർ ചെയ്തില്ല. 50 ഉറുപ്പ്യാണ് കേട്ടോ ഈ ഗെയിം കളിക്കണേന്. ഒരു ഭാഗ്യ പരീക്ഷണം മാത്രമേ ഉള്ളൂ. ഇതെങ്ങനത്തെ ഒരു ചെറിയ ചെരുവുണ്ട് ഒന്നും എത്രയായി 3ആയി. അത് എങ്ങനത്തെ അങ്ങനെ പോവുള്ളൂ, കറക്റ്റിന് പോവില്ല അല്ലേ. എന്തങ്ങടെ അനങ്ങാത്തത്? ഒന്ന് പോടാ, മുന്നോട്ട് പോകാൻ പറ്റാ. ഇരിക്കാന് പിന്നെ എടുത്തോണ്ടേ പിടിച്ചോണ്ടിയേ. ഓളതിന് വേറെ ഏരിയ നോക്കാണ്. പിന്നെ ഇങ്ങനെ പോണതോ വേണ്ടി ഇവിടെ നിന്നാൽ സമയം പോണത് അറിയേയില്ല കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ എല്ലാത്തിലും കയറും വേണം. എന്നാൽ എല്ലാ റൈഡിലും ഭയങ്കര ചാർജാണ്. പൈസ കൊടുത്ത് മുതലാക്കിയത് ഈ ഒരു സാധനത്തുമ്പോൾ കയറിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയൊന്നുമില്ല. ഏതായാലും പൈസ കൊടുത്തിട്ട് കുട്ടികളെ നല്ലോണം കുത്തി മറിഞ്ഞിരിക്കണം. ഒരു 10-20 മിനിറ്റോളം. ഓൾക്ക് നല്ല ഇഷ്ടമായിക്കണം അതിൽ. കാര്യമായിട്ട് പോലെ അതിൽ മറിയാനാണ് അതിൽ കയറുന്നത്. പിന്നെ എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് 8 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.